കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ രാവിലെ എന്തായാലും ഉഷപൂജയുടെ സമയത്തായി. മലർ നിവേദ്യമാണ്. മലർ നിവേദ്യം കഴിഞ്ഞു, നട തുറക്കുകയാണ്. അപ്പോൾ ഉഷപൂജയുടെ ആരംഭമാണ്. അപ്പോൾ അത് കാണാനാണ് ഇന്നിപ്പോൾ എനിക്ക് പറ്റിയത്. ഗുരുവായൂരപ്പൻ എനിക്ക് അതിനുള്ള അവസരമാണ് തന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ അവിടെ ആ ശ്രീലകത്ത് അധികം ആടയാഭരണങ്ങളൊന്നുമില്ല. ചെറിയൊരു ബാലഗോപാലനായിട്ടാണ് ആ ശ്രീലകത്ത്, അതായത് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ബാലഗോപാലൻ്റെ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇരിക്കുന്നത് കേട്ടോ, നിൽക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് ആൾ നിൽക്കുന്നത്. പട്ട് എടുത്ത് ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു മണിമാല ചാർത്തിയിട്ടുണ്ട്. ഒരു പൊന്നിൻ്റെ ഒരു ഗോപി ചാർത്തിയിട്ടുണ്ട്. കൈകളിലും കാലുകളിലൊക്കെ കൈവളകളും കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട്. ഒരു ബാലഗോപാല സ്വരൂപമായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഇന്നത്തെ 4 മണി, ഏകദേശം 4 മണി കഴിഞ്ഞ സമയമാണ്. ആ സമയത്ത് കാണാൻ പറ്റിയ കാഴ്ച അത് ഈ പറഞ്ഞ പോലെ അധികം വലിയ വിളക്കിൻ്റെ തെളിച്ചൊന്നുമല്ല. അധികം ഈ അലങ്കാരം ഇല്ലാത്ത കാരണം വ്യക്തമായിട്ട് കാണാൻ പറ്റും. എന്നാലും എന്താ വെച്ചാൽ നമ്മൾ ഉച്ചപൂജയ്ക്ക് കാണുന്ന മാതിരിയൊന്നും കാണാൻ പറ്റില്ല. ഉച്ചപൂജയ്ക്കാകുമ്പോൾ നിറഞ്ഞ് കത്തുകയല്ലേ. ഇതിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അതില്ല, എന്നാലും നല്ല കാഴ്ചയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും നല്ല തെളിച്ചാണല്ലോ. നമ്മുടെ മനസ്സിലും ശരീരത്തിനും ഒക്കെ ഒരു പ്രത്യേക ഉന്മേഷം വരികയല്ലേ. രാവിലെ ഒന്ന് കണ്ടാൽ, ആ കണ്ണനെ കണ്ടാൽ, ഗുരുവായൂരപ്പനെ കണ്ടാൽ നമ്മുടെ മനസ്സും ശരീരവും സ്വസ്ഥമാവും. പിന്നെ വേറൊരു പ്രശ്നവുമില്ല. അതേവരെ തലേ രാത്രിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊന്നും ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇന്നെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ബാലസ്വരൂപത്തെ ബാലഗോപാലനായിട്ട് കണ്ടോളൂ. എല്ലാവരും കണ്ടു തൊഴുതോളൂ കേട്ടോ. ശനിയാഴ്ചയാണ്, ബാലഗോപാലനെ കണ്ടോളൂ. ഉഷപൂജ അലങ്കാരമാണ്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കുമാറാവട്ടെ. കൃഷ്ണ ഹരേ.